we have a beautiful performance by പാട്ടെല്ലാം കാണുന്നുണ്ട് കേട്ടോ. ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ പലർക്കും അറിയാം, 80-ൽ പരം വർഷമായി പ്രവർത്തിക്കുന്ന ഒരു മുത്തശ്ശി സംഘടനയാണ്. അതായത് നമ്മളുടെ പ്രവാസി ജീവിതവുമായി ഇഴുകിച്ചേർന്ന, അതായത് സ്വാതന്ത്ര്യം കിട്ടുന്നത് തന്നെ ലോക കേരള സഭാ മെമ്പറും കേരള സമാജത്തിന്റെ ജനറൽ സെക്രട്ടറിയുമായ ശ്രീ രജികുമാർ അവർകളെ ക്ഷണിക്കുന്നു. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി കേരളത്തിൽ നിന്നും നിങ്ങളുടെ സ്നേഹപൂർവമായ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന കായംകുളത്തിൻ്റെ പ്രിയങ്കരിയായ MLA ശ്രീമതി പ്രതിഭ അവർ ഏകാംഗ അഭിനയത്തിലൂടെയും നാടക സിനിമാ രംഗത്തിലൂടെയും മലയാളികൾക്ക് പ്രിയങ്കരനായ പ്രിയ നടൻ ശ്രീ സന്തോഷ് കിഴാറ്റൂർ, ട്രഷറർ ശ്രീ PVN ബാലകൃഷ്ണൻ, KNE ട്രസ്റ്റിൻ്റെ പ്രസിഡന്റ് ശ്രീ ഗോപിനാഥ്, ഈ സോണിൻ്റെ ഊർജ്ജസ്വലനായ കൺവീനർ ശ്രീ ലിജു PK, ആഘോഷ കമ്മിറ്റിയുടെ കൺവീനർ ശ്രീ സനൽകുമാർ, വനിതാ വിഭാഗത്തിൻ്റെ ഈ സോണിൻ്റെ ചെയർപേഴ്സൺ ശ്രീമതി ഓമന, കേരള സമാജത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീ PK സുധീഷ്, ജോയിന്റ് സെക്രട്ടറി ശ്രീ അനിൽകുമാർ, അസിസ്റ്റന്റ് സെക്രട്ടറി ശ്രീ മുരളീധരൻ,
KD ട്രസ്റ്റിൻ്റെ ഊർജ്ജസ്വലനായ സെക്രട്ടറി ശ്രീ ജെയ്ജോ ജോസഫ്, ട്രഷറർ ശ്രീ ഹരികുമാർ, കേരള സമാജത്തിൻ്റെ പീനിയ സോണിൻ്റെ കൺവീനർ ശ്രീ രമേശ് BV, കന്റോൺമെന്റ് കോർട്ട് സോണിൻ്റെ ചെയർപേഴ്സൺ ഡോക്ടർ ലൈല രാമചന്ദ്രൻ, കൺവീനർ ശ്രീ ഹരികുമാർ, ഈസ്റ്റ് സോണിൻ്റെ വൈസ് ചെയർമാൻ ശ്രീ സോമരാജ്, കൺവീനർ ശ്രീ രാജീവ്, വൈപ്പിൻ സോണിൻ്റെ ചെയർമാൻ ശ്രീ ഷാജി D, കൺവീനർ സുരേഷ് കുമാർ, യലഹങ്ക സോണിൻ്റെ ചെയർമാൻ ശ്രീ ശിവൻ പിള്ളൈ, കൺവീനർ ശ്രീ അജയ്, കേരള സമാജത്തിൻ്റെ സീനിയർ നേതാക്കളായ ശ്രീ ചന്ദ്രശേഖരൻ നായർ, ശ്രീ രാജശേഖരൻ, ശ്രീ രഘു PK അടക്കമുള്ള നേതാക്കളെ, വനിതാ വിഭാഗത്തിൻ്റെ നേതാക്കളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഈ നിറഞ്ഞ സദസ്സിനെ അഭിസംബോധന ചെയ്യുന്നതിൽ എനിക്ക് അതിയായ സന്തോഷവും അഭിമാനവുമുണ്ട്. 1940 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് ബ്രിട്ടീഷുകാരുടെ ഇന്ത്യയിൽ കേരള സംസ്ഥാനം രൂപീകൃതമാകുന്നതിന് മുമ്പ്, കർണാടക സംസ്ഥാനം രൂപീകൃതമാകുന്നതിന് മുൻപ് ബാംഗ്ലൂരിൽ ആരംഭിച്ച മലയാളികളുടെ ആദ്യത്തെ മഹാപ്രസ്ഥാനമാണ് ബാംഗ്ലൂർ കേരള സമാജം. മെറിറ്റോട് കൂടിയാണ്, സൗജന്യമാണ് എല്ലാം. ഈ മെറിറ്റ് അല്ലെങ്കിൽ മാത്രമാണ് എയ്ഡഡില് പകുതി ഫീസൊക്കെ കൊടുത്ത് നമ്മൾ പഠിക്കേണ്ടി വരുന്നത്. പക്ഷെ എല്ലാവർക്കും നഴ്സറി ആണെങ്കിലും 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ആണെങ്കിലും വീട്ടിൽ ആരും ഇരുത്തത്തില്ല, പിടിച്ചുകൊണ്ടുവന്ന് എല്ലാവരെയും പഠിപ്പിക്കുന്ന, ശരിക്കും ലോകത്ത് തന്നെ അത്ഭുതമാണ് വിദ്യാഭ്യാസ മേഖലയിൽ അത്ഭുതം സൃഷ്ടിക്കുന്ന നാട്ടിൽ നിന്നാണ് നിങ്ങൾ ഇന്ന് കർണാടകയിൽ വന്നത്. ഒരുപാട് അഡ്വാൻറ്റേജ് ഇവിടെയും ഉണ്ടാവും തീർച്ചയായിട്ടും. നമ്മൾ പറയാറുണ്ട് കേരളത്തിലെ പോലെ ഇങ്ങനെ കേരളത്തിൽ എല്ലാവരും ശ്രദ്ധിക്കും അല്ലെ, കുറച്ചുകൂടി. ഇപ്പൊ കേരളവും എറണാകുളത്തെ ഏകദേശം ബാംഗ്ലൂർ പോലെ തന്നെയാണ്, ആരും ആരെയും ശ്രദ്ധിക്കാറില്ല. നമ്മുടെ ഇവിടെ വരുമ്പോൾ പ്രൈവസി ആണല്ലോ നമ്മളെല്ലാം പറയുന്നത്, ആരും ആരെയും നോക്കാറില്ല. പക്ഷെ അവിടെയും തീർച്ചയായിട്ടും ശ്രീ സന്തോഷ് കീഴാറ്റൂർ പറഞ്ഞതുപോലെ നമ്മുടെ സന്തോഷങ്ങളൊക്കെ ഒറ്റയ്ക്കിരിക്കുമ്പോഴല്ല, കൂടുമ്പോൾ മാത്രമാണ്. കൂടുമ്പോൾ ഇപ്പോൾ അത് കുടുംബം മാത്രമല്ല, സമൂഹത്തിൽ കൂടുമ്പോഴാണ് ഏറ്റവും സ്നേഹം കിട്ടുന്നത്. ഇന്നിവിടെ വന്ന് കൊല്ലം ജില്ലയിലുള്ളവരെ കണ്ടു, ആലപ്പുഴ ജില്ലയിലുള്ളവരെ കണ്ടു, കണ്ണൂർ ജില്ലയിലുള്ളവരെ കണ്ടു, പല ജില്ലയിലുള്ളവർ ഇവിടെ നിൽക്കുക, പത്തനംതിട്ടക്കാരെ കണ്ടു. പക്ഷെ ഇവിടെ വരുമ്പോൾ ഇന്ന് നമ്മുടെ മാഗണി റോഡിൽ ഈ പരിപാടി നടക്കുമ്പോൾ ഇവിടെ അടുത്തതായ ഒരു ഉഗ്രൻ സെമി ക്ലാസിക്കൽ പെർഫോമൻസുമായിട്ട് എത്തുന്നു നമ്മുടെ സ്വന്തം മോണിക കുട്ടി. ഞാൻ നേരത്തെ ഇതേപോലെ കഴിഞ്ഞ ആഴ്ച നമുക്ക് ഇനിയൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, അപ്പൊ ഞാൻ അവിടെയും വെച്ച് പറഞ്ഞു ഇതേ to hand over the next set of prizes. Akshara Rajesh is done. Aishwarya Liju, Nitya Sandeep, Divya Prasad, Punya Ajay, Sarita, Bino James, Bindu Krishna. Punya Ajay, Sarita, Bino James, Bindu Krishna, Priya Shivakumar, Ranjini, Reshma, Shri Anil Kumar sir, please come to the stage to hand over the next set of prizes. Joint Secretary, Anil sir, Joint Secretary. Punya Ajay, Sarita, Alan, Shri
So please come forward. Alan Shivanandana Ananya Prasad. Shivanandana Ananya. കേരള സമാജ മഹോത്സവത്തിന്റെ എല്ലാവിധമായ ആശംസകളും സ്നേഹവും ഞങ്ങൾ അറിയിക്കുന്നു.
അതെ